ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഉയരുന്ന തർക്കങ്ങളെ അങ്ങ് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് കോൺഗ്രസ് നേരിട്ടത്. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം, അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം, ഇതിലൊക്കെ തന്നെയും ചിട്ടയായ പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു കൃത്യമായ നേതൃത്വം നൽകലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആത്മവിശ്വാസം 100 കടക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിൽ നമ്മൾ കേട്ടത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പുകളെ ആ തരത്തിൽ നയിച്ചിരുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് കൂടിയാണ് വി.ഡി. സതീശൻ എന്ന നേതാവിനെ വിലയിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകളിൽ ഏറ്റവും ഒടുവിൽ ഈ 3 പേരുകളിൽ ഒടുവിൽ വരുന്ന പേരായി വി.ഡി. സതീശൻ മാറുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ആദ്യ നിരീക്ഷണം, ഒടുവിൽ വരുന്ന പേരായി വി.ഡി. സതീശൻ മാറുന്നില്ല എന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കൂ. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം പഴങ്കഥയായി മാറിയിരിക്കുന്നു. സ്മൃതി, ഇൻഡെക്സ് ഓഫ് യൂണിറ്റി വിതിൻ കോൺഗ്രസ് എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ. കോൺഗ്രസ് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കുറച്ചൊക്കെ ഉയർത്തെഴുന്നേറ്റ വർഷങ്ങളായിരുന്നു. വലിയ പ്രക്ഷോഭങ്ങളൊന്നും നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കാര്യമായ അബദ്ധങ്ങളൊന്നും ചെയ്യാത്ത, പ്രതിപക്ഷത്തെ സാമാന്യം നന്നായി നയിച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ വി.ഡി. സതീശൻ. വി.ഡി. സതീശന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഇംപെക്കബിൾ ട്രാക്ക് റെക്കോർഡാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു. അതും ഈ പരാജയത്തിന്റെ മാർജിൻ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നു. പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല ഒരു മേൽക്കൈ UDF-ന് ലഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുന്നു. അപ്പോൾ വി.ഡി. സതീശന്റെ എബിലിറ്റി ടു ലീഡ് ദി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതിനെ തുച്ഛീകരിച്ച് കാണാൻ ആവില്ല. അദ്ദേഹത്തിന്റെ മാറ്റ് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെയാണ് ഒരു കമ്പാരിസൺ ഫാക്ടർ ഉണ്ടാകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കല്ലേ ജ്യേഷ്ഠാവകാശം? മുൻപ് തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നയാളും അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പോലും ആക്കാതെ മാറ്റി നിർത്തപ്പെട്ടതുമായ ആളിന്റെ സീനിയോറിറ്റി, അദ്ദേഹം മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, KSU സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന് വേണ്ട കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വരെ എത്തിയ ആളാണ്. MP ആയിരുന്നു, MLA ആയിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു എന്ന് വേണ്ട ഹൈക്കമാൻഡിന്റെ ഒരു കാലത്ത് ഇന്ന് KC വേണുഗോപാൽ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്ന സമുന്നതനായ നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അർഹത, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അർഹതയെക്കുറിച്ച് നമുക്ക് കുറ്റം പറയാനാവില്ലല്ലോ. ഈ രണ്ടുപേരും ഒരുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായതുകൊണ്ടാണല്ലോ നിയമസഭയിലേക്ക് അവർ രണ്ടുപേരും മത്സരിച്ചത്. KC വേണുഗോപാൽ ഒരു മത്സരാർത്ഥി ആയിരുന്നില്ല എന്നോർക്കണം. KC വേണുഗോപാലിന്റെ അവസരം നിയമസഭയിലേക്ക് മത്സരിക്കാൻ കൊടുത്തിരുന്നു എങ്കിൽ അദ്ദേഹവും രംഗത്തുണ്ട് എന്ന് പറയാമായിരുന്നു. അപ്പൊ അയോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ KC വേണുഗോപാൽ രംഗത്ത് വരണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലോ സാമാജികരുടെ ഇടയിലോ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കോ ശ്രീ വി.ഡി. സതീശനോ അയോഗ്യത ഉണ്ടെങ്കിൽ മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒരു പേരാണ് ശ്രീ KC വേണുഗോപാലിന്റേത്. അത് അയോഗ്യത എന്നതിനപ്പുറം ശ്രീ മോഹൻ വർഗീസ്, അയോഗ്യതയല്ല, ഈ പറഞ്ഞ തർക്കം ഉടലെടുക്കുകയാണെങ്കിൽ ചെന്നിത്തല അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഇതിലൊരു തീരുമാനമാക്കാനാകാതെ ഇവിടെ വലിയൊരു തർക്കമായത് രൂപപ്പെടുകയാണെങ്കിൽ KCയെ ഇറക്കുന്നു എന്നതാകാൻ സാധ്യതയില്ലേ? അതാണ് പറയുന്ന ഒരു വേർഷൻ. ഈ തർക്കം, സ്മൃതി, ആരുടെ ആവശ്യം? അണികളുടെ മനോഭാവം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പാണൻ ഇഫക്റ്റ് ഉണ്ട്. ഇപ്പൊ സംഘ ചരിത്രം ഉൾപ്പെടെ കോറിയിടുന്ന ഒരു ചിത്രമുണ്ട്. കേരളത്തിന്റെ ഒരു DNA ആണ്. ഈ ചില ആളുകളെ പൊക്കി പറയും. പണ്ടത്തെ രാജാക്കന്മാരെ, ചേര രാജാവായ കുട്ടുവനെയൊക്കെ പൊക്കി അങ്ങോട്ട് കവിതകൾ എഴുതും. എന്നിട്ട് രാജാവിന്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങി, അന്നൊക്കെ ആനയും പിന്നെ സ്വർണ്ണ നാണയങ്ങളും ഒക്കെയാണ് സമ്മാനമായി കിട്ടുന്നത്. അതൊക്കെ വാങ്ങി സന്തോഷമായി കഴിഞ്ഞുകൂടുന്ന ഒരു മനസ്സാണ് പാണന്റേത്. അങ്ങനെയാണല്ലോ പാണപ്പാട്ടുകൾ ഉണ്ടായത്. 2000 വർഷത്തോളം പഴക്കമുള്ള പാണപ്പാട്ടുകളുണ്ട്. ആ ഒരു DNA ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്നതുകൊണ്ടാണ് അവസരം കിട്ടുമ്പോൾ ഏത് വ്യക്തിക്കാണോ ഹൈക്കമാൻഡിൽ സ്വാധീനം, അദ്ദേഹത്തിന്റെ പേര് അങ്ങോട്ട് പറയുക. അതിന്റെ ഭാഗമായിട്ടാണ് റോജി M. ജോൺ, അദ്ദേഹം ഈ അങ്കമാലി MLA ആണ്. മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ MLA ആണ്. MLA സ്ഥാനത്തിരിക്കുന്ന 2 പേര് പറഞ്ഞു. മുൻ MP ആയിരുന്ന രമ്യ ഹരിദാസ് ഇവിടെ ചിറയൻകീഴ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം. രമ്യ ഹരിദാസ് പോലും അഭിപ്രായം പറയാൻ വന്നു. അനേകര് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിയമസഭയിൽ എത്താൻ സാധ്യതയുള്ള ആളുകൾ മുൻകൂട്ടി തന്നെ
തങ്ങളുടെ പ്രിഫറൻസ് എന്താണ് എന്ന് വെയിൽഡ് ലാംഗ്വേജിൽ പറഞ്ഞു വെച്ചു. ഇത് കേവലം ജൈവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണോ? ഇതിന് പിന്നിൽ ചില ചിന്തകളില്ലേ? ഒരുപക്ഷെ സ്വാഭാവികമായി ഒന്നുകിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശൻ എന്ന രീതിയിലേക്ക് ഈ പേരുകൾ വരുമ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാവില്ല എന്ന ഒരു പ്രതീതി മുൻകൂട്ടി തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുകയല്ലേ? ഇതാരുടെ ആവശ്യമാണ്? മനഃപൂർവ്വം ശ്രീ കെ സി വേണുഗോപാൽ ഇങ്ങനൊരു വിവാദത്തിന് തിരികൊളുത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ കെ സി വേണുഗോപാലിനെ പ്രൊപ്പപ്പ് ചെയ്യുന്നതിലൂടെ പലരും ചില സാധ്യതകൾ കാണുന്നു. ഇത് നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-ാം തീയതി, കാരണം നമ്മൾ പറയും ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടുന്നത് ശരിയല്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്മൃതി. പക്ഷേ ഇമാജിൻ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും കൃത്യമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നു എന്ന് കൂട്ടുക. അപ്പോൾ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കും. അപ്പോൾ 2 പേരുകളാണ് സ്വാഭാവികമായി വരാനുള്ളത്, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. ഈ 2 പേർക്കും അനുകൂലമായി കുറെ പേരുകളൊക്കെ പറയും. പക്ഷേ ഇവരിൽ മിക്കവരും പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശാലമായ ഒരു ഓപ്ഷൻ ആവശ്യമാണ്. ആ ഓപ്ഷൻ ഭംഗിയായി അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് ഈ ഓപ്ഷൻ? അപ്പോൾ കെ സി വേണുഗോപാലിന്റെ പേര് പലരും പറയും. കാരണം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കെ സി വേണുഗോപാൽ വഹിച്ച പങ്ക് പലരും നന്ദിയോടുകൂടി ഓർക്കാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അപ്പൊ കെ സി വേണുഗോപാലിന്റെ ഹാൻഡ് പിക്ഡ് ആയ ചില ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരിൽ നല്ല പങ്ക് ജയിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നിയമസഭാ കക്ഷിയിൽ രഹസ്യ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലിന്റെ പേര് കൂടി പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ കെ സി വേണുഗോപാലിനായിരിക്കും മുൻതൂക്കം. പക്ഷെ ഇവിടെ നോക്കൂ, പാർലമെന്റ് ജനാധിപത്യത്തിൽ, വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്റ് ജനാധിപത്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന ആളാണ് ഷാഡോ ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ. അങ്ങനെ ഒരാളാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത്. ന്യായമായും വി ഡി സതീശന്റെ പേരാണ്. അദ്ദേഹമായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ അവസരം കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ 5 വർഷം മുൻപാണ്. അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല, അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് സ്വാഭാവിക ചോയ്സ് വി ഡി സതീശനാണ് എന്നതാണ് പൊതു അഭിപ്രായം. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ സുധാകരന്റെ ഒരു റിമാർക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ അതിനടിയിൽ കയറി കമന്റ് ഇട്ടത് കോൺഗ്രസുകാർ മാത്രമല്ല എന്നോർക്കണം. അവസാനം ആ അക്കൗണ്ടിൽ അടിവശത്തെ കമന്റ് ബോക്സ് പൂട്ടി പോകേണ്ടി വന്നു സുധാകരന്. ജനങ്ങൾ വലിയ തോതിൽ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ജനം പ്രതിപക്ഷ നേതാവിന്റെ മുഖമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതുവെ കാണുന്നത്. അവരെ കുറ്റം പറയാനാവില്ല. പക്ഷേ പൊതുജനങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ലെജിസ്ലേറ്റീവ് പാർട്ടിയാണ് തത്വത്തിൽ തീരുമാനിക്കേണ്ടത്. അതിന് ഹൈക്കമാൻഡിന്റെ ഒരു ഗ്രീൻ സിഗ്നൽ കൂടെ ലഭിക്കും. ഇതാണല്ലോ രീതിശാസ്ത്രം. ഇനി നമുക്ക് കർണാടകത്തിലും അതുപോലെ രാജസ്ഥാനിലും ഒക്കെ നടന്ന സമാനമായ സാഹചര്യങ്ങളെ കൂടെ ഒന്ന് നോക്കാം. ഒരുപക്ഷെ ജനകീയരായ നേതാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരു എൻറ്റൈസിംഗ് ഓപ്പർച്യൂണിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. പക്ഷെ ആത്യന്തികമായി ചില സാമുദായിക സമവാക്യങ്ങൾ, ചില വിഭാഗങ്ങളുമായി ഇടപെടാനുള്ള ഒരു ഐക്യബോധം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത്. കർണാടകത്തിൽ സിദ്ധാരാമയ്യെ തീരുമാനിച്ചത് നമ്മൾ കണ്ടു. ഡി കെ ശിവകുമാർ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉജ്ജ്വലമായി ഉടച്ചു വാർത്തെടുത്ത ഒരാളാണ്. സംഘടനയ്ക്കുള്ളിൽ അദ്ദേഹം ഒരു വീരേതിഹാസം രചിച്ച ഒരാളാണ്. പക്ഷെ അതല്ലായിരുന്നല്ലോ പരിഗണന. പല കമ്മ്യൂണിറ്റികളെ, പല വിഭാഗങ്ങളെ, ചെറുതും വലുതുമായ വിഭാഗങ്ങളെ കൂടെ നിർത്തു. കുടുംബ സമുദായക്കാരനാണ് അദ്ദേഹം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ. പക്ഷെ വൊക്കലിംഗ സമുദായത്തിൽപ്പെടുന്ന ഒരു ശക്തനായ നേതാവ് കൂടിയാണ് ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയും ഡി സി സിയുടെ കെ പി സി സിയുടെ പ്രസിഡന്റുമായിരുന്ന ഡി കെ ശിവകുമാർ. അദ്ദേഹത്തിന് ഒരു ഊഴം പോലും കൊടുക്കാതെ, ഇപ്പം 3 വർഷത്തിന് ശേഷവും അദ്ദേഹത്തിന് ഒരു ഊഴം പോലും കൊടുക്കാതെ സിദ്ധാരാമയ്യ തുടരുകയാണ്. രാജസ്ഥാൻ സമാനമായ സാഹചര്യത്തിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി. സച്ചിൻ പൈലറ്റ് എല്ലാ മുക്കും മൂലയും അരിച്ചുപെറുക്കി. പൈലറ്റിന്റെ അത്യധ്വാനം കൂടെ കൊണ്ടാണ് രാജസ്ഥാനിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായത്, കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായത്. അപ്പോഴും സച്ചിൻ പൈലറ്റ് എന്ന ജൂനിയർ നേതാവിനെ പരിഗണിച്ചില്ല. ജനകീയനായിരുന്നു, വലിയ പോപ്പുലർ ആയിരുന്നു. ജനകീയ അംഗീകാരം ഉള്ളത് ഒരു ബാധകമാകണമെന്നില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാധ്യത തിരസ്കരിക്കാനാവില്ല. കാരണം NSSുമായി, SNDPയുമായി, ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമായി, വേണ്ട രീതിയിൽ ഇടപെട്ടു പോകാൻ പൊരുത്തപ്പെട്ടു. ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് ഇന്നയാളെ വേണം എന്നൊന്നും പറയാവുന്ന രീതിയിലല്ല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 സമുദായ നേതാക്കളും, വെള്ളാപ്പള്ളി ആയാലും ജി സുകുമാരൻ നായരായാലും പ്രതികരിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു എന്നും പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിൽ 2 നേതാക്കളും നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്.
with Smriti Parathikkad.